കൃഷ്ണ, എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. ഭക്തിസാന്ദ്രമായ നവരാത്രി നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നവരാത്രിയുടെ 5-ാമത്തെ ദിവസം സ്കന്ദമാതാവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പേര് അർത്ഥമാക്കുന്നത് പോലെ തന്നെ സ്കന്ദൻ്റെ മാതാവ്, അതായത് ആറുമുഖൻ്റെ, മുരുകൻ്റെ മാതാവ്, രൗദ്രഭാവത്തിലുള്ള സിംഹത്തിൻ്റെ പുറത്ത് 4 കൈകളോടുകൂടി ഒരു കൈയിൽ, വലതുഭാഗത്തെ ഒരു കൈയിൽ സ്കന്ദനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയും ഒരു കൈയിൽ താമരപ്പൂവും, ഇടതുഭാഗത്തെ ഒരു കൈയിൽ വരദമുദ്രയും മറുകൈയിൽ താമരപ്പൂവും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു മാതൃത്വത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലുള്ള ഒരു ഭാവം. ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഭക്തർക്ക് അമ്മയാണ്. ആ ഒരു ഉമാമഹേശ്വരന്മാരുടെ സംയോഗത്താൽ ആറുമുഖൻ, ആ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെയും ചേർത്ത് കുഞ്ഞിനെ ലാളിക്കുന്ന ഒരു ഭാവം. അപ്പം നമ്മൾ ഭക്തന്മാരും ഏറ്റവും കൂടുതൽ അമ്മയിൽ സംപ്രീതയാവാൻ, അമ്മയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും പറ്റിയൊരു ഭാവമാണ് ഈ സ്കന്ദമാതാഭാവം. നമുക്ക് ജന്മദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ശരിക്കും ആ സ്കന്ദമാതാവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്കന്ദമാതാവിനെ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ആ ദേവിയുടെ അനുഗ്രഹം മാത്രമല്ല കിട്ടാൻ പോകുന്നത്, സ്കന്ദൻ്റെ, അതായത് മുരുകൻ്റെ പ്രീതിയും കൂടി കിട്ടും, മുരുകൻ്റെ അനുഗ്രഹം കൂടി കിട്ടും എന്നാണ് പറയുന്നത്. കാരണം ആ 6 മുഖത്തോടു കൂടിയ ഭഗവാനും കൂടെ അമ്മയുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ജ്യോതിഷത്തിൻ്റെ തന്നെ ദേവനാണ് മുരുകൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ചൊവ്വാദശാകാലത്ത് ചൊവ്വാദോഷങ്ങളുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ ജന്മദോഷങ്ങളുള്ളവർക്കൊക്കെ സ്കന്ദനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ വിശേഷമാണ്. മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും അമ്മമാർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഈ സ്കന്ദമാതാവിനെയാണ്. കാരണം അവിടെ ദേവി ഇരിക്കുന്നുണ്ട്, സ്കന്ദനും ഇരിക്കുന്നുണ്ട്. ഷഷ്ടിവ്രതമൊക്കെ മക്കൾക്ക് വേണ്ടി എടുക്കുന്നത് വളരെ വളരെ വിശേഷമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കന്ദമാതാവിനെ പ്രാർത്ഥിക്കുക. ശരിക്കും ഉമാമഹേശ്വര സംയോഗത്തിന് ശേഷം ആ ശരവണ പൊയ്കയിൽ കാർത്തികാദേവിമാർ ആ 6 കുട്ടികളെ കിട്ടുകയും ശരിക്കും 6 മുഖനെ ഒറ്റയായി അമ്മ ചേർത്ത് പിടിച്ച് ഇരിക്കുന്നൊരു ഭാവം. ശരിക്കും അമ്മ കുഞ്ഞിനെ ലാളിക്കുന്ന വാത്സല്യത്തിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു ഭാവം, അത് നമ്മളിലേക്ക് കൂടി ചൊരിയുമ്പോൾ, നമ്മൾ കൂടി ആ ഭാവത്തോടു കൂടി അമ്മയെ, ആ കുഞ്ഞായി അമ്മയെ വിളിക്കുമ്പോൾ അമ്മ തീർച്ചയായും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അമ്മയ്ക്ക് ഈ ദിവസം ഇഷ്ടമുള്ള നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പാണ്. അതുപോലെ വാഴപ്പഴം വലിയ നിവേദിക്കാനൊക്കെ ഏറ്റവും വിശേഷമായിട്ടുള്ള ദിവസമാണ് 5-ാമത്തെ ദിവസം, അതായത് സ്കന്ദമാതാ ദിവസം. അപ്പം എല്ലാവരും ഈ സ്കന്ദമാതാവിനെ മനസ്സറിഞ്ഞ് വിളിക്കുക. വെറുതെ കൈകൊണ്ടല്ല, വാക്കുകൾ കൊണ്ടല്ല, പ്രവർത്തികൾ കൊണ്ടല്ല, നമ്മുടെ ആ ഒരു ആത്മാവ് കൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ള ആ ഉണർവിനെ ഉണർത്തിക്കൊണ്ട് അമ്മയെ വിളിക്കുക. തീർച്ചയായും ഒരു ദിവസം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി, നിങ്ങൾക്കുള്ള വഴി കാണിക്കലായി, എല്ലാത്തിനുമുള്ള പരിഹാരമായി ഒരു ദിവസം തീർച്ചയായും നിങ്ങളുടെ ദേവൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ഇതൊക്കെ കാണുന്നുണ്ട്. ഇതിനുള്ള പരിഹാരം ഒരു ദിവസം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും നല്ലൊരു നവരാത്രി നാളുകൾ ആശംസിക്കുന്നു. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.